പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എവിടെയാണ് പിഴച്ചത്? ലോക്സഭാ തിരഞ്ഞെടുപ്പ് എല്ലാ കാലത്തും ഒരു പ്രത്യേക രീതിയിലാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത്. കേരളത്തിൽ 1977 അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഈ രാജ്യത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച നാട് തിരുവനന്തപുരം. അന്ന് അയവ് വരുത്തിയതിന് ശേഷം ആദ്യത്തെ വലിയ ഒരു ജനകീയ മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനം EMS ആണ് ഉദ്ഘാടനം ചെയ്തത്. അന്നാണ് ആ മുദ്രാവാക്യം മുന്നോട്ടേക്ക് വെച്ചത്. അറബിക്കടൽ, അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്നുള്ളതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പോരാട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. വലിയ ആവേശമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ഇലക്ഷനിൽ. പക്ഷേ ഒരു സീറ്റും കേരളത്തിൽ ജയിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ തന്നെയാണ്. പൊതുവേ നമുക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള സമയമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം 2019. പക്ഷേ 2019 യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു സീറ്റ് മാത്രമാണ് കിട്ടിയത്. ഇപ്രാവശ്യവും ഒരു സീറ്റ് മാത്രമാണ് കിട്ടിയത്. അപ്പോൾ പാർലമെൻറ്റിൻ്റെ ഒരു ഈക്വേഷൻ വേറെ തന്നെയാണ്. അതിൻ്റെ വിവിധ ഘടകങ്ങൾ ചേർന്ന് വരുമ്പോഴാണ് പലപ്പോഴും പാർലമെൻറ്റിൽ നമുക്ക് കൂടുതൽ സീറ്റ് കിട്ടിയിട്ടുള്ളത്. അല്ലാ സമയത്തെല്ലാം നമ്പർ വളരെ ചെറിയ സീറ്റ് മാത്രമേ കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളൂ. ഇപ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യവും ഉണ്ടായത് ഏതാണ്ട് ഒരേപോലെയുള്ള രാഷ്ട്രീയ കാലാവസ്ഥയാണ്. ഇവിടെ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ മുന്നോട്ടേക്ക് വെക്കുന്ന ഫാസിസ്റ്റ് രീതിയിലുള്ള മുദ്രാവാക്യത്തിനും എതിരായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ. അവരാണൊരു വലിയ 80% വരും ആ ജനത. ചെറിയ ശതമാനമൊന്നുമല്ല. മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ ഈ ഭരണഘടനയും മതനിരപേക്ഷ ഉള്ളടക്കവും ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പാർലമെൻ്ററി വ്യവസ്ഥയും ഫെഡറൽ സംവിധാനവും എല്ലാം തുടരണം എന്നാഗ്രഹിക്കുന്ന ജനാധിപത്യവാദികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് കേരളം. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നടന്ന വർഗീയ പ്രചാരവേല അതിശക്തിയായിട്ട് ഇന്ത്യയിലുടനീളം പ്രധാനമന്ത്രി ഉൾപ്പെടെ നടത്തി. രാഷ്ട്രീയമൊന്നുമായിരുന്നില്ല തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം വരെയുള്ള പ്രധാനപ്പെട്ട ക്യാമ്പയിൻ. തനി മുസ്ലിം വിരുദ്ധതയും ന്യൂനപക്ഷ വിരുദ്ധതയും ആവർത്തിച്ച് ഇന്ത്യയുടെ വിവിധ മേഖലയിൽ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രസംഗിക്കുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗം ഉൾപ്പെടെയുള്ള മതനിരപേക്ഷ ഉള്ളടക്കത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരും സ്വാഭാവികമായിട്ടും ആലോചിച്ചത്, മാത്രമല്ല കേരളത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും എല്ലാം നോക്കുമ്പോൾ അവിടെയെല്ലാം ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ചേർന്നുകൊണ്ടാണ് ഇന്ത്യ ബ്ലോക്ക് പ്രവർത്തിക്കുന്നത്. ഞങ്ങളാകെ 52 സീറ്റിൽ മാത്രമേ മത്സരിക്കുന്നുള്ളൂ.